പിശുക്കനായ അലക്കുകാരന് ഒരു കഴുതയുണ്ടായിരുന്നു. അയാൾ അതിനെ കൊണ്ട് ഭാരം ചുമപ്പിക്കുമായിരുന്നെങ്കിലും കാര്യമായി ഒന്നും തിന്നാൻ കൊടുക്കുമായിരുന്നില്ല. അതുകാരണം കഴുത മെലിഞ്ഞ് അവശനായി. രാത്രി അലഞ്ഞു നടന്ന് വല്ലതും തിന്നായിരുന്നു അത് വിശപ്പ് മാറ്റിയിരുന്നത്. ഒരു ദിവസം കഴുത തീറ്റ തേടി അലഞ്ഞു നടക്കുമ്പോൾ ഒരു കുറുനരിയെ പരിചയപ്പെട്ടു. അവർ പെട്ടെന്ന് തന്നെ ചങ്ങാതിമാരായി. പിന്നീടുള്ള ദിവസങ്ങളിൽ അവർ ഒരുമിച്ചായി തീറ്റ തേടൽ. അങ്ങനെ ഒരു ദിവസം അവർ വലിയൊരു പച്ചക്കറിത്തോട്ടത്തിൽ ചെന്നുപെട്ടു. രണ്ടു പേർക്കും സന്തോഷമായി. അവർ വയറ് നിറയെ വെള്ളരിക്കയും തണ്ണിമത്തനും ഒക്കെ തിന്നു. അവർ ഇത് ഒരു പതിവാക്കി. ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ കഴുത തടിച്ചു കൊഴുത്തു. നിലാവുള്ള ഒരു രാത്രി കഴുതയും കുറുനരിയും പതിവ് പോലെ തോട്ടത്തിൽ ചെന്നു. വെള്ളരിക്ക വിളഞ്ഞു വരുന്ന സമയമായിരുന്നു അത്. കഴുത വയറ് നിറയെ അത് തിന്നു. അവന് മത്തു പിടിച്ചു. നല്ല നിലാവും കൂടിയായപ്പോൾ കഴുതയ്ക്ക് പാട്ട് പാടാൻ വല്ലാത്ത മോഹം തോന്നി. ഞാനൊരു പാട്ട് പാടാൻ പോവുകയാണ്, കഴുത പറഞ്ഞു. അയ്യോ, അരുത്, ശബ്ദമുണ്ടാക്കിയ ആൾക്കാരെ ഉണർത്തരുതേ, കുറുനരി അപേക്ഷിച്ചു. പോടാ, ഞങ്ങൾ കഴുതകൾ കുറുനരിമാരെ പോലെയല്ല, ജന്മനാ സംഗീത വിദ്വാന്മാരാണ്. നീ അസൂയ കൊണ്ടല്ലേ എന്നോട് പാടരുതെന്ന് പറയുന്നത്? കഴുത കുറുനരിയോട് കയർത്തു. അയ്യോ, അതുകൊണ്ടല്ല. കർഷകർ ഉണർന്നെഴുന്നേറ്റ് വന്നാൽ നമ്മെ അവർ അടിച്ചു ശരിയാക്കും, കുറുനരി പറഞ്ഞു. പിന്നെ പാട്ട് കേട്ടാൽ ആരെങ്കിലും ഉണരുമോടാ? ഉറങ്ങുകയല്ലേ ഉള്ളൂ, നീ പോടാ മണ്ട. കഴുത കുറുനരിയുടെ വാക്കുകൾ തള്ളിക്കളഞ്ഞു. അവൻ പൂർണ്ണയന്ത്രനെ നോക്കി ഉറക്കെ പാടാൻ തുടങ്ങി. ശബ്ദം കേട്ട് കർഷകർ ഉണർന്നു. അവർ വടിയും ആയുധങ്ങളുമായി ഓടി വന്നു. അത് കണ്ട കുറുനരി ഓടി രക്ഷപ്പെട്ടു. കഴുതയ്ക്ക് പൊതിരെ അടിയും തൊഴിയും കിട്ടി. അവശനായ കഴുതയെ കർഷകർ തോട്ടത്തിനു പുറത്തേക്ക് തൂക്കിയെടുത്തെറിഞ്ഞു. കുറുനരി പൊന്തക്കാട്ടിനിടയിൽ നിന്ന് മെല്ലെ പുറത്തു വന്നു. എങ്ങനെയുണ്ടായിരുന്നു പാട്ട്? കർഷകർക്ക് ഇഷ്ടമായോ? ധാരാളം സമ്മാനങ്ങൾ കിട്ടിക്കാണുമല്ലോ, കുറുനരി പുഞ്ചിരിയോട് ചോദിച്ചു. എന്നെ കളിയാക്കല്ലേ ചങ്ങാതി, നിന്റെ വാക്കു കേട്ടിരുന്നെങ്കിൽ ഇതൊന്നും സംഭവിക്കുമായിരുന്നില്ല. എൻ്റെ അഹങ്കാരമാണ് ഇതിനൊക്കെ കാരണം, ഞരങ്ങിക്കൊണ്ട് കഴുത പറഞ്ഞു.